പേപ്പർ കണ്ടുപിടിച്ചത് ആര്? നമ്മൾ എഴുതുന്നതിൻ്റെ ഒന്നിലധികം പകർപ്പുകൾ എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന കടലാസാണ് കാർബൺ പേപ്പർ. പേരിലുള്ളതുപോലെ അത്തരം പേപ്പറുകളിൽ കാർബൺ അടങ്ങിയിരിക്കുന്നു. രണ്ട് കടലാസുകൾക്കിടയിൽ കാർബൺ പേപ്പർ വെച്ചതിനു ശേഷം മുകളിലത്തെ കടലാസിൽ എന്തെങ്കിലും എഴുതിയാൽ അതിൻ്റെ തനിപ്പകർപ്പ് ഏറ്റവും അടിയിലുള്ള കടലാസിൽ ലഭിക്കുന്നു. കാർബൺ പേപ്പർ ഉപയോഗിച്ചുള്ള ഈ വിദ്യ കണ്ടുപിടിച്ചത് 1806 ഇംഗ്ലണ്ടുകാരനായ റാൽഫ് വെഡ്ജ്വുഡ് ആണ്. അദ്ദേഹം കുറച്ച് കാർബൺ എടുത്ത് എണ്ണയിൽ കലർത്തി കുഴമ്പ് രൂപത്തിലാക്കി. പിന്നീടത് ഒരു കടലാസിൽ തുല്യ അനുപാതത്തിൽ തേച്ചു പിടിപ്പിച്ചു. പിന്നീടത് ഉണക്കാൻ വെച്ചു. ഉണങ്ങിക്കഴിഞ്ഞ് അദ്ദേഹം പേപ്പറുകൾക്കിടയിൽ കാർബൺ പേപ്പർ വെച്ച് എഴുതി. ഇങ്ങനെ അദ്ദേഹം ലോകത്തിലെ ആദ്യത്തെ കാർബൺ പേപ്പർ നിർമ്മിച്ചു. കാർബൺ ഇല്ലാതെ പകർപ്പുകൾ എടുക്കാൻ കഴിവുള്ള ഒരു പേപ്പർ 1953 ഒരു ബ്രിട്ടീഷ് കമ്പനി വികസിപ്പിച്ചെടുത്തു. കാർബണിന് പകരം നിറമില്ലാത്ത ഒരു തരം ചായം കടലാസിൽ തേച്ചാണ് ഇതുണ്ടാക്കുന്നത്. ഒരേ സമയം ഏകദേശം 9 പകർപ്പുകൾ വരെ ഇത്തരം പേപ്പറുകൾ ഉപയോഗിച്ച് എടുക്കാൻ കഴിയും. ഇതുപോലെയുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.